വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഹിയാർ രാകേഷാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഹിയാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, പക്ഷേ വാർത്തകളിൽ അങ്ങനെ ഒരു ഞായറാഴ്ചയുടെ ആലസ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കുറേ വാർത്തകൾ സംഭവിച്ച ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ പത്രങ്ങളിൽ എന്തൊക്കെയാണ് മെയിൻ വിവരങ്ങൾ? നമുക്ക് മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം. അതിൽ തന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് മലയാള മനോരമ. അതായത് നിലവിലെ ഇൻഷുറൻസ് പദ്ധതികളെല്ലാം കാരുണ്യ പദ്ധതിയും ബെനവലന്റ് ഫണ്ടും പുതിയ പദ്ധതിയുടെ, അതായത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകും എന്നാണ് ഒന്നാം പേജിൽ ഏതായാലും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. കരുതലിന് ഒറ്റ പേര് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിലവിൽ സർക്കാരിന് കീഴിലുള്ള എല്ലാ ചികിത്സാ സഹായ പദ്ധതികളും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഏകോപിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും വർഷം 25 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പാക്കുന്നതിനുള്ള സമഗ്ര രൂപരേഖ ഓണസമ്മാനമായി സർക്കാർ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വാർത്തയിൽ പറയുന്നത്. ഒപ്പം തന്നെ പരിശോധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പ്രതികരണം സഹിതമാണ് ഏതായാലും ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനമുണ്ടായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. നയിച്ചവരുടെ ധാർഷ്ട്യം പാർട്ടിക്ക് തിരിച്ചടിയായി. അത് കേരളത്തിൽ മാത്രമല്ല, ബംഗാളിൻ്റെ കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട്. മുന്നിൽ നിന്ന് നയിച്ചവർ ധാർഷ്ട്യത്തോടെ പെരുമാറിയത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തുന്നത്. ഇത് പാർട്ടിയുടെ ശൈലിയായി തന്നെ പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ടു. ദീർഘനാളായി അധികാരത്തിന് പുറത്തുള്ള ബംഗാളിൽ പോലും നേതാക്കൾ ധാർഷ്ട്യത്തോടെ പെരുമാറി. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, പാർട്ടിക്കൊപ്പം നിന്നവരെയൊക്കെ തന്നെ ഇത് അകറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സാധാരണ രീതിയിലുള്ള തിരുത്തൽ മാത്രം മതിയാകില്ല എന്ന അഭിപ്രായം പോലും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. മറ്റൊന്ന്, S ജാനകിക്ക് അന്ത്യാഞ്ജലി. രാജ്യം മുഴുവൻ ഇന്നലെ അന്ത്യാഞ്ജലി നൽകി. ആ വാർത്തയാണ് ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മലയാള മനോരമ. ഇനി പാട്ടോർമ്മ എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മൈസൂരിൽ കനിയഹുണ്ടി ഫാം ഹൗസിൽ പേരക്കുട്ടി ചിതയ്ക്ക് തീ കൊളുത്തി. ഒപ്പം ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അത് വിട അമ്മപ്പാട്ടിനെ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. പ്രത്യേകിച്ച് മൈസൂരുവിൽ KS ചിത്ര അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചിത്രമാണ് അവിടെ നൽകുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, 48 ടീമുമായി തുടങ്ങിയ ലോകകപ്പ് ഇപ്പോൾ 4 ടീമിൽ എത്തി നിൽക്കുന്നു. ഇനി സെമിയാണ് നടക്കാനുള്ളത്. സൂപ്പർ സെമി എന്ന തലക്കെട്ടിൽ 2 താരങ്ങളുടെ, പ്രത്യേകിച്ച് ജൂഡ് ബെലിംഗത്തിൻ്റെയും യൂലിയൻ അൽവാരസിൻ്റെയും ചിത്രം സഹിതം ഇനിയുള്ള മത്സരങ്ങളുടെ സമയമൊക്കെ കുറിച്ചുകൊണ്ടാണ് ഒന്നാം പേജിൽ മലയാള മനോരമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു പേജുകളിലേക്ക് വരുമ്പോൾ അവിടെയും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. സ്ഥിരീകരണവുമായി കേന്ദ്ര കമ്മിറ്റി യോഗം, നേതൃമാറ്റം അജണ്ടയിലില്ല എന്നാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ ഇടത് നയവിദ്യാനത്തിന് ബംഗാളിൽ നിന്ന് വിമർശനം എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ CPM ജനറൽ സെക്രട്ടറി പറഞ്ഞ വൊസീനിയെ ഓർമ്മിപ്പിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ വാർത്ത ഏതായാലും മലയാള മനോരമ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ S ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച വാർത്ത തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. രാജ്യം S ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൗനമേ നിറയും മൗനമേ എന്നാണ് അതിന് തലക്കെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് വന്നാൽ അത് അന്താരാഷ്ട്ര വാർത്തയുമായി, പ്രത്യേകിച്ച് കടൽ യുദ്ധം, ഹോർമുസ് വീണ്ടും അടച്ച് ഇറാൻ, ഒമാൻ തീരത്ത് ആക്രമണം, ഇന്ത്യൻ നാവികനെ കാണാനില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ വാർത്തയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുപടിയായി ഇറാനെ വീണ്ടും അമേരിക്ക ആക്രമിച്ചു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രത്യാക്രമണം ഇറാൻ നടത്തി. ഖത്തറിൽ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന കാര്യം കൂടി മാതൃഭൂമി ഏതായാലും പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. PM ശ്രീയിൽ LDFന് തെറ്റുപറ്റി. പിണറായിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രതികരണം, കാളിയാടൻ്റെ വാദം എന്നൊക്കെ ബോക്സിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിസഭയെ മറികടന്ന് കരാർ ഒപ്പിട്ടത് അപാകം എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. മന്ത്രിസഭയെ മറികടന്ന് LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടത് ശരിയായില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രതീഷ് കാളിയാടൻ എന്ന് ആ വാർത്തയിൽ പറഞ്ഞു. തീർച്ചയായും ചർച്ചയാകുന്ന ഒരു വാർത്തയാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്നലെ KS രാധാകൃഷ്ണൻ ശബരിമല തന്ത്രിക്കെതിരെയുള്ള പ്രതികരണം, അത് BJPയെ വെട്ടിലാക്കുന്ന ആണ് എന്നാണ് മാതൃഭൂമി ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മറ്റു പത്രങ്ങളിലേക്ക് വരുമ്പോൾ, ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവിടെ കേന്ദ്രത്തിന്റെ കടുംവെട്ട്, സംസ്ഥാനത്തിന് മൗനം, വില കുതിക്കുന്നു, സപ്ലൈകോ തകർച്ചയിൽ എന്നാണ് പറയുന്നത്. ഒപ്പം കേന്ദ്രത്തിന്റെ കുടിശ്ശിക 1079 കോടി രൂപയാണ് എന്ന് പറയുന്നുണ്ട്. ആകെ കിട്ടിയത്
90 കോടിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഭക്ഷ്യമന്ത്രി പക്ഷേ ഇതിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. ഓണം വരാനിരിക്കുകയാണ്, പക്ഷേ വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്ന്, അങ്കണവാടിയിൽ പട്ടിണിയാണിപ്പോൾ മെനു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പോഷകാഹാര പദ്ധതിക്ക് പൂട്ട് എന്ന കാര്യം കൂടി ഒന്നാം പേജിൽ ഏതായാലും പറഞ്ഞു വെക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുക ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നാണ് ആ വാർത്തയുടെ ഉള്ളടക്കമായി ഏതായാലും ദേശാഭിമാനി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം തീർച്ചയായും അവിടെ CPM രാഷ്ട്രീയത്തിന് CPMനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തിരുത്തലിനില്ല, പിണറായിക്കും ഗോവിന്ദനും CPM കേന്ദ്ര നേതൃത്വം വഴങ്ങി എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നത്. നേതൃമാറ്റം വേണ്ടെന്നാണ് നിലപാട്. ശൈലി മാറണമെന്ന് നിർദ്ദേശം, ഒറ്റയ്ക്കല്ല പാസ് കൊടുത്ത് മുന്നേറണമെന്ന MA ബേബിയുടെ പ്രതികരണമൊക്കെ തന്നെ ഒന്നാം പേജിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് LDFുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. വിടില്ല ഞങ്ങൾ എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തിൽ CPI പിടിമുറുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തലക്കെട്ട് ഇപ്പോൾ വീക്ഷണം ഏതായാലും നൽകിയിട്ടുള്ളത്. ചന്ദ്രികയിലേക്ക് വരുമ്പോഴും അവിടെ PM ശ്രീ തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത്. കാരണം PM ശ്രീക്ക് പിണറായി കുഴിച്ച കുഴിയാണ്, അതുകൊണ്ട് തന്നെ തലയൂരാനാകില്ല എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഏകപക്ഷീയമായി പിന്മാറാൻ സർക്കാരിന് കഴിയില്ല. CPMനെ വെട്ടിലാക്കി പിണറായിയുടെ മുൻ അഡീഷണൽ PS രതീഷ് കാളിയാടൻ എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽദാനിയുടെ വിയോഗ വാർത്തയും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി ചന്ദ്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് ജന്മഭൂമി. ഇന്നും അതിൻ്റെ തുടർച്ചയുണ്ട്. പ്രത്യേകിച്ച് ഡ്രോൺ സർവേ നിയമവിരുദ്ധമാണ്, സ്ഥലം സർക്കാർ ഭൂമിയാണ്, കളക്ടർ വിശദീകരണം തേടി എന്നാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. അവരൊരു ഇമ്പാക്റ്റ് വാർത്തയായിട്ടാണ് അത് നൽകിയിരിക്കുന്നത് ഏതായാലും ജന്മഭൂമി. ഒപ്പം തന്നെ ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപത്തിൽ ദീപം തെളിഞ്ഞു എന്ന വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഇന്നലെ ഉപരാഷ്ട്രപതി NSS എതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അക്കാര്യം കൂടി അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം മന്നത്തിൻ്റെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലം, നിങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കരുതെന്ന് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞ കാര്യം കൂടി അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഹോർമുസും ഒപ്പം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചുകൊടുക്കുന്നത്. സമാധാനം വെള്ളത്തിൽ, യുദ്ധം വ്യാപിക്കുന്നു, ഹുർമുസ് അടച്ച് ഇറാനിലെ 140 ഇടങ്ങളിൽ US ആക്രമണം, US താവളങ്ങളിൽ പ്രത്യാക്രമണവുമായി ഇറാൻ എന്ന കാര്യം കൂടി ഏതായാലും ഒന്നാം പേജിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് മാധ്യമം. അതിൽ തന്നെ PSC ടാക്സ് ഓഫീസർ നിയമനത്തിലും അട്ടിമറി സംശയിക്കുന്നു, അതായത് അട്ടിമറിയുണ്ട് എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകി ഉദ്യോഗാർത്ഥികൾ എന്ന കാര്യം കൂടി അതിലേതായാലും പറഞ്ഞു വയ്ക്കുകയാണ് മാധ്യമം. എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ അവിടെ കേന്ദ്രം ഒരു ഉന്നത വിദ്യാഭ്യാസ ബില്ലിൽ ഒരു മാറ്റത്തിന് കൊണ്ടുവരികയാണ്. അതിൽ വലിയ വിമർശനം, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ മാതൃഭൂമിയുടെ അതാണ്, വിദ്യാഭ്യാസത്തിനുമേൽ ആശങ്കയുടെ ഇരുൾ എന്നാണ് അതിൽ പറയുന്നത്. വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഭരണഘടനാ ഉപജ്ഞാതാക്കൾ തീരുമാനിച്ചത് നാനാത്വത്തിൽ ഏകത്വം കുടികൊള്ളുന്ന ഇന്ത്യയുടെ പ്രാദേശികമായ വൈജാത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് അത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം ലഭിക്കാവുന്ന രീതിയിലേക്ക് അതിൽ മാറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ബില്ല് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ തന്നെ അതിലേതായാലും മാതൃഭൂമി എഡിറ്റോറിയലിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും സേതുവിലേക്ക്.